ഹലോ. ഹലോ ലിയാഖത്ത്, അതെ സുഖല്ലേ? സുഖല്ലേ? അതെ. നമ്മളന്ന് വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ തിരക്ക് വന്ന് നിർത്തിയതാണ്. അല്ല, നിങ്ങൾ എന്തോ ബുക്ക് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ബുക്ക് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു വിഷയം നമ്മൾ അതെ, സംസാരിച്ചിട്ട് പക്ഷെ ഞാൻ മറന്നു, ആ സമയത്ത് നിങ്ങളെ ഞാൻ ഓർത്തില്ല. മുർത്തതിനെ കൊല്ലണമെന്ന് ഓർക്കണ്ടേ മദ്രസ ലിയാഖത്ത്? പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ആ പുസ്തകം വാങ്ങിപ്പോയത് നിങ്ങള്. നമ്മള് ഇടക്കിടക്ക് നിങ്ങള് പുസ്തകം വാങ്ങിയിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, അത് നിങ്ങൾ വാങ്ങിട്ട് വരാം. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. ആ അത് നിങ്ങൾ ആ ഓക്കെ ആയി. മദ്രസയിലെ 12ാം ക്ലാസ് പുസ്തകം നോക്കി വന്നിട്ട്. അതല്ല, അത് കഴിഞ്ഞ അതിന് ശേഷം നിങ്ങളോട് ഒരു വിഷയം ഞാൻ ചോദിച്ചു. അതിന് അല്ല, നിങ്ങള് അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ ആദ്യത്തെ നിങ്ങൾ നോക്കിയിട്ട് വരാൻ പോയൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഹദീസൊക്കെ അല്ല, ശരിയാണോ. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ ഒരു വീഡിയോ ഉണ്ട് അത് അത് നിങ്ങൾ നോക്കിയോ? മുർത്തതിനെ കൊല്ലണം എന്നുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം നോക്കിയായിരുന്നോ? നമ്മള് മുർത്തദ് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളെ. മനസ്സിലായില്ല, നിങ്ങൾ തുടങ്ങിയോ? നിങ്ങൾ തുടങ്ങിയതല്ലേ ആ, മുർത്തദ് മുർത്തത് സെന്റർ? സെന്റർ എന്തായാലും വരും. വന്നില്ലേ? വന്നു. അത് ഓൺലൈനിലായി. അത് കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്. അതിൻ്റെത് അത് ഓഗസ്റ്റിലാണ് അതിന്റെ ലോഞ്ച് ഉണ്ടാവുക. നിങ്ങൾ അതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മുർത്തദ് സെന്ററിനെ കൊണ്ട് എന്താ നിങ്ങൾ ഈ മുജാഹിദ് സെന്റർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആൾക്കാര്? മുജാഹിദ് സെന്ററോ സുന്നി സെന്ററിലോ എടുക്കട്ടെ. ഞാൻ നിങ്ങളോട് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതേപോലെ തന്നെ ഞാന് ഒരു സാധാരണ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോ നമ്മളെ ലിയാഖത്ത് അതെ സുഹൃത്തെ, മുജാഹിദ് സെന്റർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ സുന്നി സെന്റർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുടെ ഉദ്ദേശം എനിക്ക് പറയാൻ കഴിയില്ല. ഞാനൊരു നിങ്ങൾ ഞാൻ മുർത്തദ് സെന്ററിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ല? ഞാൻ കേട്ടില്ല. കേട്ടിട്ട് നിങ്ങളുടെ ഉദ്ദേശം കാര്യം അത് മനസ്സിലാവുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദ്ദേശം. നിങ്ങൾ കേൾക്കാത്തോണ്ടാണ്. നിങ്ങളത് മുർത്തദ് സെന്റർ വരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്ലിയർ ആയിട്ട് എന്താണ് ഉദ്ദേശം, എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് പരിപാടികളൊക്കെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മുർത്തദ് സെന്റർ കൊണ്ട് മനുഷ്യനെ നന്നാക്കാനാണ്, അല്ല മനുഷ്യന്റെ നന്മകളാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാം കൊണ്ട് എല്ലാ മനുഷ്യരും അതൊക്കെ അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇസ്ലാമിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അതൊക്കെ നിങ്ങൾ തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കല്ലേ. മുർത്തദ് സെന്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മദ്രസ പാഠപുസ്തകം കേരളത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഈ പാഠം എന്താണ് മുർത്തദിനെ കൊല്ലണം എന്നുള്ളത്, അത് നിർത്തും, അവസാനിപ്പിക്കും. ഒരാളെ കൊല്ലണം എന്ന് ഒരു വിഭാഗം മനുഷ്യർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് നമുക്ക് ഒരു മിനിറ്റ് അങ്ങനെ ഞാൻ ചോദിക്കണത്, ഏതെങ്കിലും ഒരു വിഭാഗം മനുഷ്യർ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയാലോ കൊല്ലണം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളത് പറയാം, അതിന് മറുപടി പറയും. ഞാൻ ചോദിക്കുന്നത് അല്ല, അങ്ങനെ ചോദിക്കുന്നതാണ്. അങ്ങനെ കൊല്ലപ്പെടണം എന്ന്, അങ്ങനെ കൊല്ലപ്പെടണം. നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ചോദിക്കുമ്പോ ജയിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യം. നിങ്ങളിത് ഒരു സാധനം ഹദീസ് തന്നു, നിങ്ങൾ നോക്കിട്ട് വരാൻ പോയതാണ്. ശരി, ആ മുർത്തദിനെ കൊല്ലണം നിങ്ങളെ വാദത്തിന് വേണ്ടി അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. എന്റെ ഭാഗത്തിന് വേണ്ടി പഠിപ്പിക്കാൻ പാടില്ല എന്നല്ല, അത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. മൊത്തത്തിലെ വാദത്തിന് അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് ശരിയാ, ഞാൻ അങ്ങനെ ഉണ്ടോ ഇസ്ലാമിലില്ലേ? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന് ലിയാഖത്തിന്, അങ്ങനെയാണെങ്കിൽ മുർത്തദിനെ ഈ അടുത്തായിട്ട് കൊന്നതാ മറ്റേ ലിയാഖത്തിന്റെ മുർത്തദിനെ കൊല്ലണം എന്ന് പഠിപ്പിക്കാൻ പാടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത് 2018 19 ഫാറൂഖിനെ കൊന്നത്? ഏത് ഫാറൂഖിനെ? കോയമ്പത്തൂര്. ഞാൻ ചോദിക്കുന്നത്, അല്ല, നിങ്ങൾ പറയും കോയമ്പത്തൂർ ഫാറൂഖിനെ എങ്ങനെ കൊന്നത്? മുർത്തദിന്റെ പേരിൽ കൊന്നതാണോ? ആണ്. ആരാ പറഞ്ഞത്? അതാ പറഞ്ഞത്. അതാണ് പോലീസ് അന്വേഷണത്തിലുള്ളത്. FIR-ലൊക്കെ അതാണ് അന്വേഷണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് അന്വേഷണങ്ങൾ. പിന്നെ വേറെ നിങ്ങൾ പറയും എന്തിനാ ഇയാൾ എന്തിനാ കൊന്ന്? ആ വ്യക്തിയുടെ, അതായത് ആ വ്യക്തിയുടെ, കൊല്ലപ്പെട്ട വ്യക്തിയുടെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. കൊല്ലപ്പെട്ട വ്യക്തിയുടെ, നിങ്ങള് മുർത്തദ് അറിയുമ്പോ CPM അറിയണ്ടല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വരി. മുർത്തദിനെ കൊല്ലുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെന്നുള്ള നിങ്ങൾ എല്ലാ മനുഷ്യരും ശരിയാക്ക. ആരും ഐഡിയോളജിയിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ പേരിൽ ഒരാളെ കൊല്ലാൻ പാടില്ല. ഓക്കെ. അപ്പൊ CPM-ന്റെ പാർട്ടി ക്ലാസ്സിൽ പിന്നെ CPM എന്ന് പുറത്തു പോയതിനൊക്കെ കൊല്ലണം എന്ന് പുസ്തകം എഴുതി പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും എതിർക്കും. ഇസ്ലാമിനെ കുറിച്ച് പറയാ. ഇനി ഞാൻ ഫാറൂഖിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിങ്ങോട്ട് ബേജാറാവണേ. ഫാറൂഖിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫാറൂഖിന്റെ ഒരു ഫാറൂഖോ അപ്പൊ ഒന്ന് പോരെ നിങ്ങൾക്ക്? നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് പറഞ്ഞ നിങ്ങൾ കേക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം സുഹൃത്തെ.
ഈ ഫാറൂഖിന്റെ വാപ്പ, ഉം, ഫാറൂഖിന്റെ ഉമ്മ, ഉം, ഫാറൂഖിന്റെ വൈഫ്, ഫാറൂഖിന്റെ കുട്ടികള്, ഫാറൂഖിന്റെ വൈഫിന്റെ ഉമ്മ അപ്പ, ഉം, ഇത്ര ആൾക്കാരെ ഞാൻ കണ്ടു. ഉം, ഉം. ഉം. ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. ആ, ആ കുട്ടികളും ആ വിശ്വാസികളായിട്ടുള്ള വാപ്പയും ഉമ്മയും വൈഫും അവർക്കൊക്കെ ഉം, അറിയാം ഉം. മുർത്തദായിനാണ് കൊന്നതെന്ന്. ആരെ കൊന്നിനി? ഇസ്ലാമിനെ വിമർശിച്ചതിന് അവന്റെ കൂട്ടുകാരാണ് കൊന്നത്. ആര് കൂട്ടുകാര്, ഓന്റെ ഞാൻ നിങ്ങളോട് കൂട്ടുകാര്, ചോദിക്കുന്നു, ഓന്റെ കൂട്ടുകാരായ മുസ്ലിങ്ങള്, ഒരു മിനിറ്റ് ഓന്റെ കൂട്ടുകാരായിട്ടുള്ള ഒരു മുസ്ലിങ്ങളിൽ മിനിറ്റ് സംഘം ചേർന്ന് കൊന്നാണ്. കണ്ണൂരില് അൽ പിന്നെ ഉമ്മ എന്ന് കണ്ണൂർ പറയുന്ന സംഘടനയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നതായിട്ട്. ഈ അടുത്ത കാലത്ത് കണ്ണൂരില് നിങ്ങൾ അവിടെ നിക്കി. ലോകത്ത് പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു സ്പെസിഫിക് പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ കണ്ണൂർക്കും കാസർകോട്ടേക്കും മംഗലാപുരത്തേക്കും പോണ്ട. ഇനി നിങ്ങൾ പറയും. ഇനി നിങ്ങൾ പറയേണ്ടത്, ഞാൻ ഈ കൊലപാതകത്തിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ കുട്ടികളെ, നിങ്ങളെ കുട്ടികളെ ഞാൻ ചോദിക്കും. നിങ്ങളൊരു പോയിന്റ് ചോദിക്കാൻ സമ്മതിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് നിങ്ങളെ കുട്ടി മദ്രസ പോയി പഠിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ ഇല്ലേ? നിങ്ങളെ കുട്ടികളോ പേരക്കുട്ടികളോ മദ്രസയിൽ പോകുന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ ദർസോദിട്ടോ ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ കുറച്ച് ആൾക്കാർ, ഞാൻ കുറച്ച് ആൾക്കാരല്ലല്ലോ, നിങ്ങളും കുറച്ച് ആൾക്കാരല്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ അതിന്റെ കൃത്യമായ തെളിവ് തന്നു. ഇനി നിങ്ങൾക്ക് ഞാനന്ന് കൃത്യമായ തെളിവ് തന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി തരാം. നിങ്ങൾക്ക് ഒന്നും കൂടി തരാം. നിങ്ങൾക്ക് അറബിയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണല്ലോ. ഇല്ല, നിങ്ങൾ ആ തെളിവ് പരിശോധിക്കാം എന്ന് പറഞ്ഞു പോയാൽ തെളിവ് പരിശോധിച്ചിട്ട് വേണം വരാൻ. എന്റെ ചോദ്യം കേൾക്ക്. അല്ല, നിങ്ങൾ ആദ്യം പരിശോധിച്ച തെളിവിനെ കുറിച്ച് സംസാരിക്കും. എന്നിട്ട് നമുക്ക് അടുത്തിലേക്ക് പോകേ. നിങ്ങൾ ബേജാറാവണ്ടേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പറഞ്ഞു കൊടുക്കണം. ഇനി പറഞ്ഞു. ആ മനുഷ്യരെ ഗവൺമെന്റ് കണ്ടെത്തൽ ലിയാഖത്തരി അല്ല കണ്ടെത്തേണ്ടത്. ഇനി ഞാൻ പറയട്ടെ. അതൊക്കെ ആളുകളെ പിടിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അവിടെ ഇനി നിക്ക്. സമസ്ത കേരള പറയട്ടെ സുഹൃത്തെ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സമസ്താലയം, ചേളാരി, തേഞ്ഞിപ്പാലം PO, മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള സ്റ്റേറ്റ്, ഇന്ത്യ, പിൻകോഡ് 673636. ഇത് കേരളത്തിലെ ഒരു പ്രബല മുസ്ലിം മതവിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനാണല്ലോ. എന്റെ ചെങ്ങയ്യ പറയൂ സുഹൃത്തെ. നിങ്ങളിത് കേക്ക് സുഹൃത്തെ. ഞാൻ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്ങനെ ആ സമസ്തയുടെ 12ാം ക്ലാസ് കിതാബുൽ ഫിഖ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. ഞാൻ മറിക്കാണ്, പേജ് മറിക്കാണ്. ഞാൻ പറയട്ടെ. ഞാൻ അത് വായിച്ചു തരാം. നിങ്ങൾക്ക് ഇത് എത്ര വായിച്ചിട്ട് മനസ്സിലാവില്ല. സമാനാശ്ര ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാധിക്കട്ടെ. ഒരു മിനിറ്റ്. മാ യജിബു അലൽ മുർത്തദ്ദി. എന്താണ് മുർത്തദിന്റെ മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. മുർത്തദിന് എന്ത് ചെയ്യണം എന്നാണ് ഈ പറയണത്. കേട്ടോളി. യൂട്യൂബിലൂടെ കേൾപ്പിക്കേണ്ടത് അപ്പൊ നീ നീ അറബി പറയല്ല, നീ മലയാളത്തിൽ പറ. നിങ്ങൾ അറബി ഇത് അറബിയിൽ എഴുതി പഠിപ്പിക്കണേ. നിങ്ങൾക്ക് അറബി ഞാൻ മലയാളം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല വയജിബു അലൈഹി ഐലൻ ഖലാഉമാ ഫാതഹു മിൻ വാജിബാത്തി ശർഇ ഫീ മുദ്ദത്തി റിദ്ദ വയജിബു അലൽ ഇമാമി. ഞാനിത് ഇല്ലാതെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം എഴുതി തരേണ്ടത്. അല്ല, അപ്പൊ ഇതുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയാനുള്ളൂ. ഒന്ന്, നമ്മളെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? പഠിക്കാ കിതാബും കൊണ്ട് പോയിട്ട് ഇത് ഇവിടെ നമ്മളെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? മദർസിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ലിയാഖത്തിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഈ ഇമാമി. ഞാൻ കേക്ക് ഇതെന്താ പറയണേ? ഞങ്ങൾക്ക് അതിനെ അറബി മലയാളം പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറബി മലയാളം മുർത്തദ് സെന്റർ എന്തിനാന്നല്ല നിങ്ങൾക്ക് അറിയണ്ടേ? അതാ പറഞ്ഞതന്നെ. മുർത്തദ് സെന്ററിനെ എങ്ങനെയാണ് മുർത്തദ് സെന്റർ ഒക്കെ എന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. മുർത്തദ് സെന്റർ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിതൊന്ന് കേട്ടോളി. നിങ്ങൾ ഇത്തിരി ക്ഷമ കേക്കി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉസ്താദുമാരെ വയറ് വെറുതെ തൊള്ളയും പൊളിച്ചിരുന്ന് കേൾക്കണല്ലേ നിങ്ങൾ? ഞാൻ പറയുന്ന 2 വാക്ക് കേക്കി.
ഉള്ളത് കൊണ്ട് മുജാഹിദുകാരും സുന്നികളൊക്കെ ചെയ്യുന്നത് പോലെ അടുത്തൊരു പണിയെടുക്കാണ്ട് വയജിബു അലൽ ഇമാമി അടുത്തൊരു ഔ നാഇബിഹി അൻ യഅ്മുറഹു ബിൽ ഔദി ഇലൽ ഇസ്ലാം. എന്താർത്ഥം? എന്താർത്ഥം? വയജിബു അലൽ ഇമാമി ഔ നാഇബിഹി അൻ യഅ്മുറു ബിൽ ഔദി ഇലൽ ഇസ്ലാമി. ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ ഇമാമോ അല്ലെങ്കിൽ അയാൾ പിന്നെ ഉത്തരവാദിത്തപ്പെടുന്ന ആളുകളോ അയാളെ നിർബന്ധിക്കണം, അയാളോട് കൽപ്പിക്കണം. വൈദാ അസ്ലമ സഹൽ ഇസ്ലാമു വതുരിക. അയാളെങ്ങാനും ഇസ്ലാം സ്വീകരിച്ച് അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ ഓന്റെ വൈക്ക് വിട്ടോളി, കുഴപ്പമില്ല. വഇല്ലം യഅദു ഫയഖ്തുലുഹുൽ ഹാകിമു ബിളർബിർ റഖബതി ലാ ബിഗൈരിഹി ബിലാ ഇംഹാലിൻ. അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഓനെ താമസം വിതാ, അവനെ എന്ത് ചെയ്യണം? കൊന്നു കളയണം. എങ്ങനെയാ കൊല്ലേണ്ടത്? കഴുത്ത് വെട്ടി കൊല്ലണം, ഒരു താമസവും കൂടാതെ. എന്താണ് അതിന്റെ തെളിവ്? കാലമൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ബുഖാരിയിലുള്ള ഹദീസാണ്. ഈ ഹദീസ് കേട്ടപ്പോഴാണ് ഹദീസ് ഇല്ല, പളക്കിതാബാണ്, ഞാൻ നോക്കിയിട്ട് വരാം, പരിശോധിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ പരിശോധിച്ചോ, ഹദീസ് പരിശോധിച്ചോ, ഹദീസ് പരിശോധിച്ചോ, കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകം പരിശോധിച്ചോ, പരിശോധിച്ചോ കേട്ടോ. അപ്പൊ ഒരു ഹദീസ് കേൾക്കുമ്പത്തിന് ഇങ്ങക്ക് നെഞ്ചി കാളുന്ന്, ബേജാറാകുന്നു, ഇടങ്ങാറാകുന്നു, ശ്വാസം മുട്ടുന്നു, എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങക്ക്. എന്നാലും നിങ്ങൾക്ക് എന്നോട് വർത്താനം പറയാനും മുട്ടും ചെയ്യുന്നുണ്ട്. ഇത് വല്ലാത്തൊരു കുതിര തന്നെയാണ്. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ പരിശോധിച്ച് വിളിച്ചാലല്ല, വെറുതെ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാൽ. നിങ്ങൾ ഹദീസും കണ്ടിട്ടില്ല, നിങ്ങൾ കുട്ടികളെ പഠിക്കുന്ന മദ്രസ പുസ്തകം കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഒരു കുന്തവും അറിയില്ല. അപ്പൊ എന്തിനാ മുർത്തദ് സെന്റർ? കൊല്ലപ്പെടേണ്ടവർ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരാള് ആ പേരിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഈ പറയപ്പെടുന്ന വൃത്തികേടുകൾ ആളുകളോട് വിളിച്ചു പറയുന്നു. ഓക്കെ, ആര് കൊന്നാലും, RSS കാരൻ കൊന്നാലും, സംഘി കൊന്നാലും, സയനിസ്റ്റ് കൊന്നാലും, മുസ്ലിങ്ങൾ കൊന്നാലും, ജിഹാദികൾ കൊന്നാലും, ആര് കൊന്നാലും വൃത്തികേട് തന്നെയാണ്. അത് പടച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചാലും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നില്ല. മതം വിടുന്നതിനൊക്കെ കൊല്ലണം എന്ന് കുട്ടികളെ മദർസ് പഠിപ്പിക്കുന്നതിന്റെ ഇടയിലേക്ക് ഇതുപോലത്തെ ചാനലുകൾ ഉണ്ടാക്കി പച്ച കള പറഞ്ഞു പറ്റിക്കാനുള്ള കളവ് പറഞ്ഞ. അപ്പൊ ഞാൻ വായിച്ചെന്നൊക്കെ കളവാ? ഞങ്ങള് പുറത്ത് എടുക്കും. വായിച്ചെന്നതൊക്കെ കളവാണോ? നിങ്ങൾക്ക് ചെവി കേടുന്ന? നിങ്ങൾ ചെവിയിൽ എന്തേലും ഈ ഒരുക്കി വെച്ചിട്ടാണോ വന്നത്, അതോ പഞ്ഞിക്കെട്ട് തിരികെ വെച്ചിട്ടാണോ വന്നത്? നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ അതിന് കൃത്യമായി നിങ്ങൾക്ക് ഉത്തരമില്ല. അപ്പൊ ബേജാറായി. ഇതാണ് നിങ്ങൾ പരീക്ഷിച്ചു പോയതാണ്. നിങ്ങൾ പണ്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയതല്ലേ. പിന്നെ നിങ്ങൾ സൗമ്യമായി സംസാരിച്ചൊക്കെ വന്നതാ. ഗവൺമെന്റ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ മുർത്തദ് എന്താണ്, മുർത്തദ് സെന്റർ എന്തിനാണ്, എന്താണ് പ്രവർത്തനം എന്നൊക്കെ മനസ്സിലായില്ലേ? ഇവിടുത്തെ കൊലപാതകങ്ങൾ നടത്തുന്നത് സംഖ്യകളെ കുറിച്ച് പറയാൻ നമ്മൾ ലിയാഖത്തിന് ധൈര്യമില്ല. ഇവിടുത്തെ നല്ല ധൈര്യശാലിയായിട്ടുള്ള ധൈര്യമില്ല. ഇവിടുത്തെ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞ് കാണുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ പറയാൻ വേണ്ടിക്ക് ലിയാഖത്തിലേക്ക് ധൈര്യമില്ല. ലിയാഖത്തിലേക്ക് അങ്ങനെ ചെയ്ത് എനിക്ക് പറയാൻ ഒരു ധൈര്യക്കുറവില്ല. നിങ്ങൾ കാണുന്ന പെണ്ണുങ്ങളൊന്നും കയറി പിടിക്കല്ലേ. ധൈര്യം അഫ്ഗാനിസ്ഥാനല്ല. ആയിക്കോട്ടെ, പകരം അപ്പൊ ആയിക്കോട്ടെ, എന്നാ ശരി. മുർത്തദിനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലേ? നീ പരിശോധിച്ചിട്ട് വരുവോ? ഹദീസ് നോക്കിയിട്ട് വരുവോ? ഞാൻ ഹദീസെല്ലാം കണ്ട്. അപ്പൊ അത് കണ്ട്. അപ്പൊ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വിളവിളാന്ന് പറയാന്ന് വിചാരിച്ചില്ലേ? എന്താ എന്നാ ശരി, എനിക്ക് സമയം. വയർപ്പിന്റെ അസുഖം ഉണ്ടെങ്കിൽ അതുണ്ട്, വയർപ്പല്ല, വിശർപ്പ്. എന്താ നിങ്ങളൊരു വിശർപ്പ്? നല്ല അസുഖമാണ്. എന്നാ ശരി കേട്ടോ.